രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന കേസിൽ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ടി എ അയൂബ് കീഴടങ്ങി. കൊച്ചിയിലെ NIA കോടതിയിലാണ് അയൂബ് കീഴടങ്ങിയത്. ഇയാൾക്കെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി ഇയാളെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം NIAയുടെയും വിവിധ ഏജൻസികളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഒരു ഘട്ടത്തിൽ ഇയാളെ കണ്ടെത്തി നൽകുന്നവർക്ക് പാരിതോഷികം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരും NIA ഉൾപ്പെടെയുള്ള ഏജൻസികളും മറ്റും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ആയുധ പരിശീലനം പ്രധാനപ്പെട്ട, അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന RSS നേതാവായ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ആയുധ പരിശീലനം ഉൾപ്പെടെ നൽകിയത് അയൂബാണ് എന്നൊരു നിഗമനമാണ് NIAയ്ക്കുള്ളത്. സമാനമായ ഒട്ടേറെ കേസുകളിലും ഇയാൾ പ്രതിയാണെന്നുള്ളൊരു നിരീക്ഷണവും NIAയ്ക്കുണ്ട്. മാത്രവുമല്ല, ഇയാളുടെ എടവനക്കാട്ടെയുള്ള വസതിയിൽ നടത്തിയ റെയ്ഡിനിടയിൽ 60ഓളം ഹിന്ദു നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റ് അന്ന് NIA കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതടക്കമുള്ള തെളിവുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇയാൾക്കെതിരെ വിശദമായ അന്വേഷണം നടത്തി വന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ NIA കോടതിയിലെത്തി ഇയാൾ ഹാജരാകുന്നത്. തുടർന്ന് മറ്റ് നിയമന നടപടികളും മറ്റും പുരോഗമിച്ചു വരികയാണ്. നിലവിൽ ചില പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ, പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ നിരോധിത സംഘടനയാണ്, പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ ആളുകൾ ഇനിയും ഒളിവിൽ കഴിയുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടി വിശദമായ അന്വേഷണവും മറ്റുമാണ് NIAയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അതിനിടയിലാണ് അയൂബ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ NIA കോടതിയിൽ കീഴടങ്ങുന്നത്. ഏതായാലും കൂടുതൽ തെളിവ് ശേഖരണത്തിലേക്കും ചോദ്യം ചെയ്യലിലേക്കും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനാണ് NIA ഏതായാലും ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്താണ് ഇത്തരത്തിൽ കൊച്ചിയിലെ NIA കോടതിയിൽ അയൂബ് കീഴടങ്ങുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.